ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആകാശവും ഭൂമിയും കടന്നുപോയാലും മാറ്റമില്ലാത്ത തിരുവചനത്തിൽ അടിയുറച്ച ഒരു വിശ്വാസം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ ശാലോം പ്രേക്ഷകരെയും നേഴ്സസ് ടൈമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നേഴ്സുമാരായ നാം നമ്മുടെ മുമ്പിൽ വരുന്ന രോഗികളെ നമ്മളാലാവും വിധം അവരുടെ വേദനകളിൽ ആശ്വസിപ്പിക്കാറുണ്ട്. എന്നാൽ തിരുവചനം പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു പ്രതീക്ഷയും സന്തോഷവും അത് വളരെ വ്യത്യസ്തമാണ്. ഇപ്രകാരം തിരുവചനം വേണ്ട വിധത്തിൽ ഉപയോഗിക്കണമെങ്കിൽ നാം തന്നെ തിരുവചനത്താൽ നിറയണം. അതിനായി ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവവചനം ശ്രവിക്കാം. ഇന്ന് നമുക്ക് വേണ്ടി നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുന്നത് മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ഇടുക്കി ഭദ്രാസനാധിപൻ അഭിവന്ദ്യ സക്രിയാസ് മോർ ഫിലോക്സിനോസ് മെത്രാപോലിത്തയാണ്. പിതാവ് കോട്ടയത്തിനടുത്തുള്ള തൂത്തൂട്ടി മാർ ഗ്രിഗോറിയൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറും നല്ലൊരു ധ്യാന ഗുരുവും കൂടിയാണ്. നമുക്ക് പിതാവിനെ ശ്രവിക്കാം. ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ലിബിയയിൽ ആഭ്യന്തര കലഹമുണ്ടായപ്പോൾ ആ പ്രദേശത്തുള്ള ഇന്ത്യയിൽ നിന്ന് ലിബിയയിൽ ശുശ്രൂഷ ചെയ്യാൻ പോയ നേഴ്സുമാരെ ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് പ്രത്യേകമായ ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്ത് തിരിച്ചുകൊണ്ടു. അവർ വന്നിറങ്ങി തുടങ്ങിയപ്പോൾ മലയാള പത്രങ്ങളുടെ മുമ്പിൽ ഒരു പ്രത്യേക വാർത്ത പ്രത്യക്ഷപ്പെട്ടു. അതിതായിരുന്നു, മാലാഖമാർ വന്നു തുടങ്ങി. പൊതുവെ മാലാഖമാരെന്നാണ് നേഴ്സിംഗ് പ്രൊഫഷനിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരെ സമൂഹം വിളിക്കുന്നതും കാണുന്നതും. ഒരുപക്ഷെ ഒരു കാലത്ത് വെള്ളവസ്ത്രം ധരിച്ചിരുന്നവരായിരുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, ബലഹീനതയിലും അതുപോലെ വേദനയിലും കഴിയുന്നവരെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും വിളിക്കപ്പെട്ടവർ എന്നതുകൊണ്ടാണ് അവരെ മാലാഖമാരെന്ന് സമൂഹം വിശേഷിപ്പിച്ചിരുന്നത്. ഒരു മാലാഖയുടെ ജോലി ഒരു മനുഷ്യൻ്റെ ബലഹീനതയിൽ അവനെ താങ്ങുകയും അവന് വേണ്ടി പിതാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവരുടെ മാലാഖ പിതാവിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു മാലാഖ തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശക്തി സ്വീകരിക്കുന്നത് അവർ എപ്പോഴും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് യെശയ്യാ കണ്ട ദർശനത്തിൽ മാലാഖമാർ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവശക്തി സ്വീകരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നേഴ്സിംഗ് ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ശുശ്രൂഷയുടെ വിജയമെന്ന് പറയുന്നത് ആ വ്യക്തി ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നേരെയാക്കുക, ദൈവകരങ്ങളിൽ നിന്ന് ദൈവിക ശക്തി സ്വീകരിക്കുക, അങ്ങനെ ലഭിക്കുന്ന ശക്തി കൊണ്ട് തൻ്റെ അടുക്കലേക്ക് വരുന്ന രോഗികളെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുക. അതുകൊണ്ട് ഒന്നാമതായിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, നേഴ്സിംഗ് ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവർ പ്രാർത്ഥനയും ദൈവസ്തുതിയും ആരാധനയിലൂടെ ദൈവവുമായിട്ട് ഐക്യപ്പെട്ടാൽ മാത്രമേ അവരുടെ ശുശ്രൂഷകൾ
വിജയപ്രദമായി നിർവഹിക്കുവാനായിട്ട് സാധിക്കും. വളരെയധികം കഷ്ടപ്പാടുകളും ത്യാഗവും ഏറ്റെടുക്കുന്ന ഒരു ശുശ്രൂഷ ആയതുകൊണ്ടും അതോടുകൂടെ തന്നെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നതുകൊണ്ടും ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾ കൂടി ഏറ്റെടുക്കേണ്ടി വരും എന്നതുകൊണ്ടും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല വ്യക്തികൾക്കും ശുശ്രൂഷ പലപ്പോഴും ഒരു പ്രത്യേക കാലയളവ് കഴിയുമ്പോൾ ഒരു ഭാരമായി, ഒരു അസ്വസ്ഥതയായി, ഒരു വേദനയായി പലപ്പോഴും മാറാറുണ്ട്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള മുറിവുകളും വേദനകളും അസ്വസ്ഥതകളും രോഗങ്ങളും ഒക്കെ പെട്ടെന്ന് അവരെ ഗ്രസിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. ഇതിനെ അതിജീവിക്കുവാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം അവർ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ ദുർബലനായി തീരുന്നത് അയാളൊരു രോഗിയായി തീരുമ്പോഴാണ്. 2 or 3 പ്രാവശ്യം അടുപ്പിച്ചൊരു വ്യക്തി വൊമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അയാൾ വളരെ ദുർബലനായി രോഗിയായി മാറുന്നത് കാണാൻ സാധിക്കും. അയാളുടെ മാനസികാവസ്ഥയിൽ തന്നെ വളരെയധികം മാറ്റം വരും. അപ്പോൾ അങ്ങനെ ഏറ്റവും ദുർബലമായ ഒരവസ്ഥയിൽ ഒരു മനുഷ്യൻ എത്തിച്ചേരുമ്പോൾ അവർ ചെന്ന് പെടുന്ന കൈകൾ എന്ന് പറയുന്നത് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കൈകളിലാണ്. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് സുവിശേഷം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് രോഗികളുടെയും പിശാച് ബാധിതരുടെ ഇടയിലാണ്. സൗഖ്യം ഏറ്റവും കൂടുതൽ ഒഴുകിയത് രോഗികൾക്ക് വേണ്ടിയും അതുപോലെ പൈശാചിക പീഡകളേറ്റവർക്ക് വേണ്ടിയുമാണ്. ശുശ്രൂഷകൾ, വിടുതൽ ശുശ്രൂഷകളും രോഗശാന്തി ശുശ്രൂഷകളും ഒക്കെ നടക്കുന്നത്. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ ഈ ശുശ്രൂഷ ഏറ്റവും ഫലപ്രദമായി നടന്നത്? മാനസാന്തരത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് പലപ്പോഴും ശ്രമിക്കുമ്പോൾ ക്രിസ്തുവിനെ തിരസ്കരിക്കുന്ന വലിയൊരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ രോഗികളായവരുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ അനേകർ ഓടി വരികയും ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ക്രിസ്തുവിൻ്റെ കരങ്ങൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. അതിൻ്റെ കാരണം ഒരു വ്യക്തി രോഗിയായിരിക്കുമ്പോൾ അവൻ വളരെ ദുർബലനാണ്, അവൻ വളരെ നിസ്സഹായനാണ്. അതുകൊണ്ട് ഒരു കരം അവന് ആവശ്യമുണ്ട്. അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ കരം അവിടെ ചെല്ലുവാനിടയായിത്തീരും. അതുകൊണ്ട് ഓരോ നഴ്സുമാരോടും എനിക്ക് പറയാനുള്ളത്, ഭൂമിയിൽ എപ്പോൾ മനുഷ്യൻ ദുർബലനാകുന്നു, ഞാൻ ഉൾപ്പെടെ മനുഷ്യൻ ദുർബലനാകുമ്പോൾ മാത്രം എത്തിപ്പെടുന്നത് നിങ്ങളുടെ കരങ്ങളിലാണ്. അതുകൊണ്ട് ഒരു ശുശ്രൂഷക എന്ന നിലയിൽ ആ കരങ്ങളിൽ നിന്ന് സ്നേഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സഹതാപത്തിൻ്റെയും നല്ല വാക്കുകളും നല്ല സ്വാന്തനങ്ങളും നല്ല സ്പർശനങ്ങളും ഓരോ രോഗിയും പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് വിപരീതമായ വികാരങ്ങളുടെ അടിമ, മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് വിപരീത വികാരങ്ങളുടെ അടിമയായി മാറാറുണ്ട് സാധാരണ ഒരു രോഗി. നിരാശനായിരിക്കും, ദുഃഖിതനായിരിക്കും, മക്കളെക്കുറിച്ചോ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചോ വളരെയധികം ഉത്കണ്ഠാകുലനായിരിക്കും. അതുകൊണ്ട് അത്തരം വ്യക്തികളിൽ നിന്ന് ഒരുപക്ഷെ ഒരു നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു നേഴ്സിനെ കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എല്ലാം ലഭിക്കുന്നത് വിപരീതാനുഭവങ്ങൾ. വിപരീതാനുഭവങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു വ്യക്തി അവർക്ക് കൊടുക്കേണ്ടി വരുന്നത് സ്വാന്തനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നല്ല സ്പർശനമാണ്. അതുകൊണ്ട് തന്നെ ഒന്നും പ്രതീക്ഷിക്കാതെ നന്മ മാത്രം തിരികെ കൊടുക്കാൻ സാധിക്കണമെങ്കിൽ അതിൽ നിറഞ്ഞ വ്യക്തിയായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ദൈവകരങ്ങളിൽ നിന്ന് ദൈവാത്മാവിനെയും ദൈവസ്നേഹ അനുഭവങ്ങളെയും ഏറ്റുവാങ്ങാത്ത ഒരു വ്യക്തി പലപ്പോഴും ഈ ശുശ്രൂഷയിൽ പരാജയപ്പെടാൻ ഒത്തിരി സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നേഴ്സിംഗ് ശുശ്രൂഷ ഒരു ദൈവവിളിയാണ്. ഈ അടുത്ത കാലത്ത് ഒരു നേഴ്സിംഗ് സ്കൂളിൽ ഏകദേശം 500-600 കുട്ടികൾ ഒന്നിച്ചിരിക്കുമ്പോൾ അവിടെ അവർക്ക് വേണ്ടി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ധ്യാനം നടത്തുവാനായിട്ട് പോകുവാനിടയായിത്തീർന്നു. അപ്പോൾ ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, നേഴ്സിംഗ് ശുശ്രൂഷ ഒരു ദൈവവിളിയാണ്, എല്ലാ ശുശ്രൂഷകളും ദൈവവിളിയാണ്. ദൈവവിളി എന്ന് പറഞ്ഞാൽ ദൈവം ഒരു പ്രത്യേക ദൗത്യത്തിനായിട്ട് വിളിക്കുന്നു. ദൈവം വിളിച്ചു എന്ന് വിചാരിച്ച് എല്ലാവരും തൻ്റെ വിളി സ്വീകരിച്ച് പോകാറില്ല. എന്നാൽ ദൈവസ്നേഹത്താൽ പ്രചോദിതമായി ഒരു ദൗത്യത്തിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് ദൈവവിളി. എന്നിട്ട് ഞാനവരോട് ചോദിച്ചു,
യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അഥവാ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പ്രചോദിതനുമായി ഈ ഭൂമിയിലുള്ള നിസ്സഹായരായ രോഗികളെ ശുശ്രൂഷിക്കാനുള്ള വലിയ ആഗ്രഹത്തോടു കൂടി എനിക്കൊരു നേഴ്സാകണം എന്ന് ആഗ്രഹിക്കുന്ന, അഥവാ ഒരു നേഴ്സിംഗ് ശുശ്രൂഷയെ ദൈവവിളിയായി സ്വീകരിച്ചിരിക്കുന്ന എത്ര പേര് ഇതിനുള്ളിലുണ്ട്? നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരാൾ പോലും കൈപൊക്കിയില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പിന്നെ നേഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്? അവർക്കൊന്നും മിണ്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അതിൻ്റെ ആൻസർ പറഞ്ഞു. ജോലി കിട്ടാൻ ഏറ്റവും നല്ല സാധ്യത ഇതാണ്. ഇന്ന് നിലനിൽക്കുന്ന ജോലി സാധ്യതകളിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളുള്ള, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ഒരു സാധ്യത ഇതാണ്. എന്ന് മാത്രമല്ല, സാമ്പത്തികമായ ഭവനത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസവും അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയെ പഠിപ്പിച്ചു കൊണ്ടുവന്നാൽ ആ വ്യക്തിക്ക് വിദേശത്തോ മറ്റ് രാജ്യങ്ങളിലോ പോയി ജോലി ചെയ്ത് സമ്പാദ്യങ്ങൾ സ്വീകരിച്ച് നാട്ടിൽ കുടുംബത്തെ കരുപിടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അവരെല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞ്, ശരിയാണ്, ഞങ്ങൾ അതിനു വേണ്ടിയാണ് നേഴ്സാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഞാനും ഒരു രോഗിയാണ്. ആണ്ടിൽ 1-2 പ്രാവശ്യമെങ്കിലും രോഗിയായി ഞാൻ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. ഞങ്ങളുടെ രോഗികൾ ഞങ്ങളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളെ രോഗികൾ ഞങ്ങളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഇത് ഒരു ദൈവ ശുശ്രൂഷയായി ഏറ്റുവാങ്ങാൻ, സ്വീകരിക്കാൻ സാധിക്കാത്ത, ദൈവശക്തി സ്വീകരിച്ച് ആ ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്ത ഒരു കരങ്ങളിലാണ് ഞങ്ങളുടെ ജീവനെ, ഞങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിക്കുന്നതെങ്കിൽ ഞങ്ങൾ എത്രമാത്രം അതിനെക്കുറിച്ച് ആകുലപ്പെടണം. ആശ്വാസം ലഭിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുമോ? അപ്പോൾ അതിൽ പല കുട്ടികളും അവരുടെ കണ്ണുകൾ നിറയുന്നത് എനിക്ക് മനസ്സിലായി. അവർക്കൊരു പുത്തൻ തിരിച്ചറിവ് ഉണ്ടായി തുടങ്ങി. ഇതിനുപരിയായി ഞങ്ങളുടെ ശുശ്രൂഷയെ ഞങ്ങൾ കാണേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പല കുട്ടികളും ജീവിതത്തിൻ്റെ പല പല നല്ല സ്വപ്നങ്ങളും കണ്ടുകൊണ്ടാണ് ഈ പ്രൊഫഷനിലേക്ക് വന്നത്. എന്നാൽ ഈ ശുശ്രൂഷ ഏറ്റുവാങ്ങിയപ്പോൾ ഇത് ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് എന്ന ബോധ്യം ഒരു നേഴ്സിനുണ്ടാകുമ്പോൾ അതൊരു യഥാർത്ഥ ദൈവിക ദൗത്യം ഏറ്റെടുക്കലായി മാറുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ദൈവിക ദൗത്യം ഞാൻ ഏറ്റെടുത്തതാണെന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, മദർ തെരേസ ഒരു ടീച്ചറാണ്. സത്യത്തിൽ ദൈവസ്നേഹം ആ സഹോദരിയെ ചേർത്ത് പിടിച്ച് ദൈവത്തിലേക്ക് അടുപ്പിച്ചപ്പോൾ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി ഒരു നേഴ്സായി രൂപം കൊണ്ടു. ഒരുപക്ഷെ പ്രൊഫഷണലായിട്ട് നേഴ്സിംഗ് കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാളായിരിക്കാം. പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല നേഴ്സിംഗ് ശുശ്രൂഷ ചെയ്ത വ്യക്തി മദർ തെരേസയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്വന്തം ജീവനെ ഒരു വ്യക്തി ഏൽപ്പിക്കുമ്പോൾ ആ ജീവിതത്തെ സ്നേഹത്തോടെ, സ്വാന്തനത്തോടെ, സമർപ്പണത്തോടെ പരിചരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഹീലിംഗ്, അത് ക്രിസ്തുവിൻ്റെ ഹീലിംഗായി അവർക്ക് മാറണം. നിങ്ങളുടെ ചിരി, നിങ്ങളുടെ സ്പർശനം അത് ദൈവികമായി മാറണം. എൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഞാനൊരു ശാരീരികമായ ചില രോഗങ്ങളൊക്കെ ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുവാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് വളരെ തിരക്കേറിയ ദിവസങ്ങളാണ്. അതുകൊണ്ട് ഈ രോഗവും വെച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ടും പെട്ടെന്ന് രോഗിയായി തീർന്നാൽ പല ദൈവിക ശുശ്രൂഷകളും മുടങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ടുമാണ് ഞാൻ ഡോക്ടറെ സമീപിച്ചത്. ഡോക്ടർ എന്നെ പരിശോധിച്ച ശേഷം പറഞ്ഞു, നല്ല ഇൻഫെക്ഷനിലാണ്, അതുകൊണ്ട് ഇവിടെ അഡ്മിറ്റായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് നാളെ കൺവെൻഷനുണ്ട്, മറ്റു പ്രോഗ്രാമുകളുണ്ട്, കുറേയൊക്കെ എനിക്ക് മാറ്റിവെക്കാൻ പറ്റും, പക്ഷേ ചില പ്രോഗ്രാം എനിക്ക് മാറ്റിവെക്കാൻ ഒരു തരത്തിലും സാധ്യമല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സാരമില്ല, വൈകുന്നേരം ഞാൻ അതിനുള്ള അവസരം തരാം. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പെട്ടെന്ന് എനിക്ക് വേണ്ടി നടത്തിയ ഇഞ്ചക്ഷനുകളെല്ലാം എനിക്ക് അലർജിയായിട്ട് മാറി. അങ്ങനെ സംസാരിക്കാനും പറ്റാതെ, ശരീരത്തിൽ
ഇൻഫെക്ഷനൊക്കെ അസ്വസ്ഥതകളായി ഞാനവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അതെന്നെ കൂടുതൽ ഭാരപ്പെടുത്തി, കൂടുതൽ ഞാൻ ദുഃഖിതനായി. അങ്ങനെ ഞാനവിടെ കഴിയുമ്പോൾ എന്നെ ശുശ്രൂഷിക്കാൻ വന്ന ഒരു പെൺകുട്ടി, അവളുടെ സ്നേഹ ശുശ്രൂഷകൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഡോക്ടർ അവളെ പ്രത്യേകമായിട്ട് അവളെ നിർത്തിയതുപോലെ എൻ്റെ ശരീരത്തിൽ മരുന്ന് കയറിപ്പോകുന്നതെല്ലാം കൃത്യമായി നോക്കി മണിക്കൂറുകളിൽ നിൽക്കുന്നു. അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കൃത്യമായി ചോദിക്കുന്നു. അവളുടെ സാന്നിധ്യം ഒരു ദൈവിക സാന്നിധ്യമായി സന്തോഷമായി എനിക്ക് അനുഭവപ്പെട്ടതുകൊണ്ട് ഞാൻ ഡിസ്ചാർജായി പോന്നപ്പോൾ പലരോടും ഈ കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു, വളരെ സാമ്പത്തികമായ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്, വളരെ ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത് എന്നൊക്കെ പറയുവാനിടയായി തീർന്നു. എങ്കിലും ഈ വ്യക്തിയുടെ നല്ല സ്നേഹപരിചരണം കൊണ്ട് ഞാൻ അവൾക്ക് വേണ്ടി സത്യത്തിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇവൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരണം. കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് കിടക്കുമ്പോൾ എൻ്റെ അടുക്കലൊരു ഹസ്ബൻഡ് വൈഫ് കയറുക അടുത്ത് വന്നു. ചോദിച്ചു, തിരുമേനിക്ക് ഞങ്ങളെ പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. എന്നോട് പറഞ്ഞു, പിതാവോടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നപ്പോൾ ഞാനാണ് ശുശ്രൂഷിച്ചത്. പെട്ടെന്ന് ഞാൻ ഓർത്തു. എന്നോട് പറഞ്ഞു, ഞാൻ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരാളായിരുന്നെങ്കിലും വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്ന് എനിക്ക് വിവാഹം നടന്നു. ഞാൻ വിദേശ രാജ്യത്തേക്ക് പോയി. ഞാനിപ്പോൾ വളരെ നല്ല നിലയിൽ ജീവിക്കുന്നു. പെട്ടെന്ന് ഞാൻ ഓർത്തു, ആ ശുശ്രൂഷാ സമയത്ത് അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് മനസ്സ് തോന്നിയത് അവളുടെ നല്ല സ്നേഹം നിറഞ്ഞ പെരുമാറ്റമാണ്. ഓരോ നേഴ്സിൽ നിന്നും ഓരോ രോഗി പ്രതീക്ഷിക്കുന്നതാണ്. നിങ്ങളുടെ സ്നേഹപരിചരണം കിട്ടുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് പൊടിയുന്ന ഓരോ കണ്ണുനീരും നിങ്ങളുടെയും നിങ്ങളുടെ തലമുറകളുടെയും അനുഗ്രഹത്തിൻ്റെ കണ്ണുനീരാണ്. അതുകൊണ്ട് ഓരോ രോഗിയും നിങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ അടുക്കിലേക്ക് വന്നതായും അവനെ നിങ്ങൾ പരിചരിക്കുമ്പോൾ ക്രിസ്തു തന്നെ പരിചരിക്കപ്പെടുന്നതായും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പഠിപ്പിക്കാൻ തക്കവണ്ണം വളർന്നാൽ നിങ്ങളുടെ ശുശ്രൂഷ ഓരോ ദിവസവും കാലിത്തൊഴുത്ത് മുതൽ കാൽവറി വരെ ക്രിസ്തുവിനെ പരിചരിച്ച ഒരനുഭവത്തിലേക്ക്, ഒരു പ്രഭാതം ആരംഭിക്കുമ്പോൾ മുതൽ വൈകുന്നേരം വരെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷ ക്രിസ്തുവിന് വേണ്ടി ഞാൻ നടത്തുന്ന ഒരു ശുശ്രൂഷയായി നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായാൽ, ഒരു ചെറിയവന് കൊടുക്കുന്ന എല്ലാ ശുശ്രൂഷയും അങ്ങനെയാണ്. നിത്യതയിൽ പോലും അന്ത്യവിധിയിൽ കർത്താവ് പറയുന്നെങ്കിൽ ഈ ചെറിയവന് കൊടുത്തതെല്ലാം എനിക്കാണ്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും ദുർബലനും ചെറിയവനും ഒരു രോഗിയായതുകൊണ്ട് നിങ്ങളുടെ പ്രഭാതം മുതൽ നിങ്ങളുടെ പ്രദോഷം വരെയുള്ള ഓരോ ശുശ്രൂഷയും ഏറ്റുവാങ്ങുന്നത് ക്രിസ്തുവാണ് എന്ന ബോധ്യം നിങ്ങളുടെ മനസ്സിൽ ഉദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമാണ് നിങ്ങളുടെ പ്രൊഫഷൻ തന്നെ. ഒരു പുരോഹിതനെ പോലെ തന്നെ നിങ്ങളുടെ ശുശ്രൂഷ ദൈവാനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയാണ്. ആയതുകൊണ്ട് ഇത്തരത്തിലൊരു ശുശ്രൂഷ വളർത്തുവാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. അങ്ങനെ ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ അതൊരു ശാരീരിക അസ്വസ്ഥതയോ ഭാരമോ ഒന്നും ഉണ്ടാക്കാതെ അതൊരു സന്തോഷത്തിൻ്റെ ശുശ്രൂഷയായിട്ട് മാറുവാനിടയായിത്തീരും. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഈ പ്രൊഫഷനിലേക്ക് വന്നിട്ടുള്ള ദൈവമക്കൾ തങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ട് നിരാശപ്പെട്ടാണ് കഴിയുന്നതെങ്കിൽ അവർ യേശുവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരിക, വിശുദ്ധ കൂദാശകളുടെ മുമ്പിലേക്ക് വരിക, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കാത്തിരുന്ന് ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നിന്ന് തങ്ങളുടെ ശുശ്രൂഷകളെ ഏറ്റുവാങ്ങണം. ഒരുപക്ഷെ യാദൃച്ഛികമായി ഇതിനകത്ത് ബന്ധപ്പെട്ട വ്യക്തിയായിരിക്കാം, അതല്ലെങ്കിൽ ഒരു സാമ്പത്തികമായി പിന്നോക്കം നിന്നുകൊണ്ട് വന്നതായിരിക്കാം. പക്ഷേ ഓർക്കുക, ക്രിസ്തു നിങ്ങളുടെ കയ്യിൽ വെച്ച് തന്നത് ക്രിസ്തുവിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു സൗഖ്യ ശുശ്രൂഷ തന്നെയാണ് എന്ന ബോധ്യത്തോടുകൂടി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയാൽ 2000 വർഷം മുമ്പ് ക്രിസ്തു ചെയ്ത അതേ ശുശ്രൂഷകളുടെ ഒരു പങ്ക് നിങ്ങളിലൂടെ നിറവേറ്റപ്പെട്ടു എന്നതുകൊണ്ട് അന്ത്യനാളിൽ തമ്പുരാൻ്റെ മുമ്പിൽ ഇതാ വലതുഭാഗത്തെ ചെമ്മരിയാടുകളോട് കൂടെ നിന്നുകൊണ്ട്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് വരുവിൻ എന്ന വാക്ക് കേൾക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ദൈവം ഒരുക്കിയ ആ സ്ഥലം സജ്ജീകരിക്കപ്പെടുന്നത് നിങ്ങളുടെ സ്നേഹ ശുശ്രൂഷ വഴിയാണ്. ഓരോ വ്യക്തികൾക്കും സ്വർഗത്തിലുള്ള പ്രതിഫലം ഈ ഭൂമിയിൽ ആ വ്യക്തി ദൈവിക ദൗത്യം, ദൈവിക വിളി ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന ശുശ്രൂഷയാണെന്ന ബോധ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു രോഗി നാളെ
എത്ര ദുർബലനായി എത്ര വികൃതനായി പ്രത്യക്ഷപ്പെട്ടാലും നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് അവനെ നോക്കുമ്പോൾ ആ കണ്ണുകൾ കൊണ്ട് യേശുവിനെ കാണാനും മാത്രം എപ്പോൾ വളരുന്നു അന്ന് നിങ്ങൾ സ്വർഗത്തിൻ്റെ മക്കളായി എന്നാണ് അർത്ഥം. ഞാനൊരിക്കലും കുട്ടികളോട് പറഞ്ഞു, ഒരു കല്ല് കാണിച്ചിട്ട് ചോദിച്ചു, ഈ കല്ലിൽ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത് നിങ്ങൾക്കറിയാം? അപ്പോൾ അവർ പറഞ്ഞു, ഈ കല്ലിനുള്ളിൽ ഒന്നുമില്ല, കല്ലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ഈ കല്ലിനുള്ളിൽ യേശുവുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, അതെങ്ങനെയാണ്? അപ്പം ഞാൻ പറഞ്ഞു, ഒരു ശില്പി, യേശു മനസ്സിലുള്ളൊരു ശില്പിയാണ് ഈ കല്ലിൽ കൊത്തുന്നതെങ്കിൽ അതൊരു യേശുവായി, യേശുവിൻ്റെ രൂപമായി മാറും. അതല്ല, ഒരു തിന്മ നിറഞ്ഞവനാണ് അത് കൊത്തുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പിശാചിനെ പുറത്തു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഇതാ നമ്മളെ ദൈവം ഒരു വിളി നൽകി ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കും. നിങ്ങൾ ഒരുപക്ഷെ സ്വന്തമായി ഏറ്റെടുത്തതായിരിക്കാം ഈ വിളി. എന്തു തന്നെയായിരുന്നാലും നിങ്ങളിൽ ഇതാ ക്രിസ്തുവുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരുപക്ഷെ ഒരു രോഗി മദ്യപിച്ച് രോഗിയായതായിരിക്കാം, പാപം ചെയ്ത് രോഗിയായതായിരിക്കാം, പിശാച് ബാധിച്ച് രോഗിയായത് ഏത് തരത്തിലായിക്കൊള്ളട്ടെ, നിങ്ങൾ ആ രോഗിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ രോഗിയിൽ ക്രിസ്തുവിനെ കാണാൻ മാത്രം ആ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസങ്ങളിൽ ആ വ്യക്തിയെ രൂപം കൊള്ളിക്കുവാൻ, ക്രിസ്തുവായി രൂപം കൊള്ളിക്കുവാൻ, മാനസാന്തരത്തിൻ്റെ അഭിഷേകത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അതുകൊണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോ ദിവസവും തുടങ്ങുവാൻ പ്രത്യേകം ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ കരുണയും സ്നേഹവും ഞങ്ങൾ സ്മരിച്ചുകൊണ്ട് ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ആതുര സേവന ശുശ്രൂഷകളിൽ നേഴ്സിംഗ് ശുശ്രൂഷ ചെയ്യുന്ന 2 കോടിയോളം വരുന്ന നേഴ്സുമാരെ അങ്ങേക്ക് തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അവർ അനേകർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് ഒരുപക്ഷെ രോഗികളായി തീർന്നിട്ടുള്ള ശുശ്രൂഷകരുണ്ട്. ഈ ശുശ്രൂഷാ മണ്ഡലത്തിൽ നിന്ന് ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. ഇത്തരമൊരു പ്രൊഫഷൻ ആയതുകൊണ്ട് രാവും പകലും ജോലി ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് തങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളും ടെൻഷനും അനുഭവിക്കുന്നവരുണ്ട്. ജീവിത പങ്കാളിയുടെ പരിചരണം വേണ്ട രീതിയിൽ നിറവേറ്റാൻ കഴിയാതെ പോകുന്നവരുണ്ട്. കുഞ്ഞുങ്ങളെ താരാട്ട് പാടിയും തലോടിയും നന്നായി വളർത്താൻ കഴിയാതെ പോകുന്നവരുണ്ട്. അങ്ങനെ നേഴ്സിംഗ് മേഖലയിൽ നേഴ്സസ് അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളെയും ഭാരങ്ങളെയും പ്രയാസങ്ങളെയും അങ്ങയുടെ നെഞ്ചോട് ചേർത്ത് വച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 2 കോടിയോളം നേഴ്സുമാർ ശുശ്രൂഷിക്കുന്ന അനേകം കോടി രോഗികൾ ഓരോ ദിവസവും രോഗികളായിക്കൊണ്ടിരിക്കുന്നു. അങ്ങ് അവരെ സുഖപ്പെടുത്താൻ വേണ്ടി അയച്ചിരിക്കുന്ന ദൈവിക ദൂതന്മാരായി അതിനെ തിരിച്ചറിയാൻ ഈ പ്രൊഫഷൻ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ജാതി മതസ്ഥരായ നേഴ്സുമാർക്കും അങ്ങ് കൃപയും അനുഗ്രഹവും നൽകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ലോകം മുഴുവനുമുള്ള എല്ലാ നേഴ്സുമാരിലേക്കും അവരിലൂടെ ശുശ്രൂഷ എത്തിച്ചേരുന്ന എല്ലാ രോഗികളിലേക്കും വ്യാപിക്കട്ടെ. അതിലൂടെ ദൈവിക സുവിശേഷം, തങ്ങളുടെ പ്രൊഫഷൻ വഴി ദൈവിക സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ടുള്ള പ്രത്യേകമായ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളും അഭിഷേകവും ചൊരിയണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ ദിവ്യമായ മാധ്യസ്ഥയും സാന്നിധ്യവും ഈ ശുശ്രൂഷ സ്വീകരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഉണ്ടായിരിക്കണമേ. ആയത് ദൈവമാതാവ് പരിശുദ്ധ കന്യമറിയാമിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ തന്നെ. ആമേൻ. ഈശംശയായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യാക്കോബ് 5:15 ഇങ്ങനെ പറയുന്നു: വിശ്വാസത്തോടെ ഉള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. എൻ്റെ പേര് സെലിൻ. ഞാൻ ഖത്തറിൽ നഴ്സായി 20 വർഷമായി ജോലി ചെയ്യുന്നു. എൻ്റെ ഫാമിലി നാട്ടിലാണ്. 2016 എനിക്ക് എൻ്റെ ശരീരത്തിൽ പല അസ്വസ്ഥതകളും ശ്വാസമുട്ടലുകളും ഹൃദയത്തിൻ്റെ ഇടിപ്പ് ഒത്തിരി കൂടുകയും ചെയ്തു. അതിനെ തുടർന്ന് പല അസ്വസ്ഥതകളും എനിക്കുണ്ടായി. ഞാൻ ഡോക്ടറെ കണ്ട് മരുന്നെല്ലാം കഴിച്ചു. പക്ഷെ അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായൊരു സൗഖ്യമുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 2016 വിശുദ്ധനാട് സന്ദർശിക്കുവാൻ ഖത്തർ നേഴ്സസ് മിനിസ്ട്രിയിൽ എനിക്കൊരു അവസരം ലഭിച്ചു. അങ്ങനെയും പ്രാർത്ഥിച്ച് ഒരുങ്ങി വിശുദ്ധനാട് സന്ദർശിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പോയി. അവിടെ ചെന്ന് ഓരോ വിശുദ്ധ കുർബാനയിലും എന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഈ അസ്വസ്ഥതകളെയും ഹൃദയത്തിൻ്റെ എടുപ്പുകളെല്ലാം മാറ്റിത്തരണമെന്ന് കർത്താവിനോട് ഞാൻ വിശ്വസിച്ചു, പൂർണ്ണമായി പ്രാർത്ഥിക്കുകയും ചെയ്തു.
വിശുദ്ധ നാട്ടിൽ തന്നെ വെച്ച് എനിക്ക് കൗൺസിലിംഗ് പങ്കെടുക്കുവാനുള്ള അവസരമുണ്ടായി. അങ്ങനെ ബ്രദറിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബ്രദർ പറഞ്ഞു, മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയും റൂമിൽ തിരിച്ചു വരികയും ചെയ്തു. രാത്രിയായപ്പോൾ എൻ്റെ ശരീരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടുകയും ശ്വാസമുട്ടലുണ്ടാകുകയും ചെയ്തു. പുറപ്പാട് 15:26 ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അങ്ങനെ അതിൽ ഉറച്ച് വിശ്വസിച്ച് ഞാൻ രാത്രി ഉറങ്ങാൻ പോയി. രാവിലെ ആയപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലുള്ള ചുവപ്പും ഹൃദയത്തിൻ്റെ ഇടുപ്പിൻ്റെയും എല്ലാം ആശ്വാസം തോന്നി. വൈകുന്നേരമായപ്പോൾ കർത്താവ് പൂർണ്ണമായും സൗഖ്യപ്പെടുത്തി. ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഈശോ നൽകിയ ജീവൻ്റെ വചനത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ ജീവൻ്റെ വചനം പങ്കുവെച്ചു കൊടുക്കുന്നതിനായി എത്രയെത്ര സാഹചര്യങ്ങളാണ് ഓരോ ദിവസവും നാം കണ്ടുമുട്ടുന്നത്. അവയിലൊന്നുപോലും പാഴാക്കാതെ യേശുവിൻ്റെ സ്നേഹം പങ്കുവെച്ചു കൊടുക്കുന്നതിൽ ഏറെ തീഷ്ണതയോടെ നമുക്ക് പങ്കുചേരാം. അതിനായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.